ഉറക്കണീറ്റ് ഇനി നേരെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു. ഏകദേശം 10 മണി അടുപ്പിച്ചേ. ഇപ്പം പല്ലിയാഴ്ച എണീറ്റതേ ഉള്ളൂ. ഇനി അത് കൊടുത്തിട്ട് ഒന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് ഇന്നലെ ഉണ്ടാക്കി വെച്ചത് ഇന്നലെ രാത്രി പെയ്ത് കേട്ടാ. 1/2 മണിക്കൂർ എടുത്തിട്ട് തകർത്ത് കളഞ്ഞു. ഞാൻ പോയി ഇവിടെ ഫുഡ് കഴിച്ച് ഇനി ഒന്ന് ഒരു ചായയും കൂടി ഇത് കട്ടൗട്ടിലായി കുടിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ ഉറക്കണീറ്റേ ഉള്ളൂ. വീണ്ടും 4 മണിക്ക് എണീക്കണമെന്ന് വിചാരിച്ച 5 മണിയായി. ഇപ്പോൾ ഒന്ന് കഴുകിയിട്ടൊന്ന് ഫുഡ് കഴിക്കട്ടെ. ഡ്യൂട്ടിക്ക് വേണ്ടി റെഡിയായി ഇറങ്ങട്ടെ. സൂര്യനൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു. അടിപൊളിയായിട്ട് കാണാൻ പറ്റണം. നല്ല ഗോൾഡൻ കളറിൽ. ഇങ്ങ് ദൂരെ കേട്ടോ. ഞാൻ അവിടെ ചെന്ന് നോക്കട്ടില്ല. ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ പോയി ഗെയിമെങ്കിലും കളിക്കാമെന്ന് വിചാരിച്ച്. മനസ്സിലായില്ല, ഇതാണ് സീസൺ മാറിയല്ലേ ഇന്ന്. വശം കണ്ട ഇവിടെയൊക്കെ തന്നെ ഗോൾഡൻ കളറായി. I'm going to duty. 2-ാം തീയതി ആകുമ്പോൾ തുറക്കാം. 2, 3 അടിപൊളിയാട്ടാ. സൂര്യയില്ലെങ്കിൽ എന്ത് what the fuck looking man. ഇടിമിന്നൽ വീണത്. ഗോൾഡൻ കളർ ഇടിമിന്നൽ. നേരെ പോയി എല്ലാം നോക്കട്ടെ. ഇപ്പം ടച്ച് ചെയ്യൂല. 1 മണിക്കൂറിന് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. കമ്പ്യൂട്ടർ ബേസ് ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല. സെറ്റാണ്. ബസ് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അതേ കാരണം പിന്നെ ഒരെണ്ണം പറഞ്ഞു കൊടുക്കണം. 2 മണിക്കൂർ കൂടുന്നൊരു ഫോട്ടോ ചോദിക്കണം. അതും കുഴപ്പമില്ല. 2 മണിക്കൂർ. ബാക്കിയെല്ലാം സെറ്റാണ്. അതാണ് ഇപ്പോഴത്തെ കാര്യം. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയെന്ന് റൗണ്ടൊക്കെ അടിക്കും. അതെ നോക്കട്ടെ. ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത് എത്ര മണി, 12 മണി വരെ ഒന്ന് റെക്കോർഡൊക്കെ ചെയ്ത്, അതായത് ഇവിടേക്ക് റൗണ്ടൊക്കെ അടിച്ച് റീഡിങ് ഒക്കെ എഴുതി അതിന് ശേഷം എടുത്തായിരിക്കും. കാരണം രാവിലെ ഒന്നും ഇല്ലല്ലോ. മനസ്സിലായി. ഉറക്കമല്ലേ എണീക്കുന്നത്. ഉറക്കം ഇത് ചെറുതായിട്ട് കഴിക്കുന്ന അതൊക്കെ അങ്ങനെ നോക്കാം. ഞാൻ ഒന്ന് നോക്കട്ടെ. ഇപ്പോഴാണ് എൻ്റെ അനാലിസിസ് ടൈം. ഞാൻ ഇതുവരെ നോക്കി, പക്ഷേ ചെയ്ത് തുടങ്ങിയില്ലായിരുന്നു. ഇവിടെ നടക്കുകയായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. പക്ഷെ നോക്കിക്കൊണ്ടിരുന്നേ ഉള്ളൂ. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യഥാർത്ഥമായിട്ട് ഞാൻ പൈസ ഇറക്കുന്നില്ല. മനസ്സിലായി. ഞാൻ പൈസ റിയൽ മണി ഇറക്കാതെ നമ്മളെ ഇമാജിനറി ട്രേഡ് ഉണ്ടല്ലോ ലൈവ് മാർക്കറ്റ്, അങ്ങനെ മനസ്സിലായില്ല. അതാണ് കാര്യം. ഇതിലൊരു പ്രശ്നമുണ്ട്. ഫ്രിഡ്ജ് കംപ്ലൈൻറ്റ്, തണുപ്പില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ട് വന്നതായിരുന്നു. ഫോൺ കൂടെ വെച്ചിട്ട് പോയായിരുന്നു. എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞില്ല. ഉണ്ടാക്കേണ്ട പ്ലാന് ചിക്കൻ ഉണ്ടാക്കട്ടെ. ഫുഡ് ഉണ്ടാക്കട്ടെ. ഫുഡ് പുറങ്ങണീറ്റല്ലേ ഉള്ളൂ. ഇനി 2 നേരത്തേക്ക് കറിയും റൈസും ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ റൈസിനേക്കാളും എന്തെങ്കിലും ഉണ്ടാക്കാം. നോക്കട്ടെ ആ സമയം. ആദ്യം ഇതെല്ലാം കട്ട് ചെയ്ത് ഉണ്ടാക്കട്ടെ. ഫ്രിഡ്ജിൻ്റെ കംപ്ലൈൻറ്റും കൊടുത്തു. അപ്പോൾ പറഞ്ഞ് നാളെ മറ്റന്നെ ടീം വിടാമെന്ന് പറഞ്ഞു. അത് റെഡിയായാൽ മതി, വേറെ കുഴപ്പമില്ലല്ലോ. തണുപ്പില്ലല്ലോ, അതാണ് വിഷയം. എനിക്ക് ഗ്യാസ് തീർന്നയാ അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ഒരു കപ്പാസിറ്റോൾ സാധനമുണ്ട്, അത് പോയതായിരിക്കും. എൻ്റെ പണി ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ട്, കൊറോണയ്ക്ക് മുമ്പ്. AC ചെയ്തതും വാഷിംഗ് മെഷീൻ ഇതിൻ്റെ, അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ പൈപ്പ് അകത്തുള്ള ഗ്യാസ് കൊണ്ടുപോകണ പൈപ്പ് ഉണ്ട് ഒരു, അതിലേതെങ്കിലും പുറത്തേക്ക് നോക്കാം. അവർ വന്ന് ചെക്ക് ചെയ്യാൻ പറയും. കാരണം ഇവിടെ ടൂൾസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ തുറന്നാലും ശരിയാവൂല. കുറെ നാളായി അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഗോഴി കറി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കട്ടിയെല്ലാം സെറ്റ് ചെയ്ത് ഇനി ഉണ്ടാകട്ടെ. അവിടെ ഒന്ന് ചെക്കിങ്ങിന് പോയിട്ട് വന്നായിരുന്നു. ജസ്റ്റ് കമ്പ്യൂട്ടർ ബേസ് നോക്കിയിട്ട് വരാൻ വേണ്ടി പോയതാണ്. കറി ഉണ്ടാക്കാൻ വെച്ച് ഇനിയിപ്പോൾ സെറ്റാക്കാൻ. അത് തന്നെ, വേറെ പരിപാടിയൊന്നുമില്ലല്ലോ ഈ സമയത്ത്. പിന്നെ അങ്ങനെ
ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തുടക്കമില്ലല്ലോ. വെച്ചതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് ഞാൻ അപ്പോഴത്തേക്കും ആട്ടയും കൂടി ഒന്ന് റെഡിയാക്കി വയ്ക്കും. കുഴപ്പമില്ല, ലെവൽ ഡൗൺ ആവുന്നു. കോളൊന്ന് ഇതിനൊന്ന് അഡ്ജസ്റ്റ് റെഡിയാക്കി ആട്ടൻ അങ്ങനെ എവിടെ വെച്ചിട്ടൊന്ന് സൈഡിൽ ഇനി അതും എടുത്ത് വെച്ചിട്ട് വേണം ഒന്ന് ഫോണൊന്ന് ചാർജ് ചെയ്യിടാം. ഫോണും ചാർജ് കുത്തിയിട്ട് ഇങ്ങ് വരുമ്പോൾ ജസ്റ്റ് ആട്ടേനൊക്കെ ഒന്ന് റെഡിയാക്കി കറക്റ്റ്. ഇപ്പം എനിക്കൊണ്ട് കറിയും റെഡിയാവും തോന്നുന്നു. കറി ഞാൻ ഇപ്പം തന്നെ റെഡിയാവും തോന്നുന്നു. കറി നോക്കാം. റെഡിയാക്കി കറി സെറ്റാക്കി. ഇത് ആട്ട ഇങ്ങനെ വെള്ളത്തിട്ടിട്ട് പോയി, കാരണം കൺട്രോൾ ഇവിടെയാണ്. കൺട്രോൾ അവരൊന്ന് പോയി ഉണ്ടാക്കാൻ വെച്ച് കറി ഉണ്ടാക്കി. ഇനി ഇതുണ്ടാക്കട്ടെ തന്നെ. ഇതുണ്ടാക്കിയിട്ട് 15-20 മിനിറ്റ് എടുക്കും. ഇതുകൊണ്ട് കഴിഞ്ഞാൽ കഴിക്കുക, പോവുക, കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ശരിയായിട്ടുണ്ട് അവർക്ക്. ഇത് അത് വേറെ കുഴപ്പമില്ല, സെറ്റാണ്. നേരത്തെ പോയി ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് വരണം. ഫുള്ളൊന്ന് പോയി താഴേക്ക് പോയി ചെക്ക് ചെയ്തിട്ട് വന്നത്. സൂപ്പറായിട്ട് വീണിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇത്രയും കയറി, ഞാൻ പ്രതീക്ഷിച്ച് ഇത്രയും കയറി കുഴപ്പമില്ലാതെ പോയി. ഞാൻ പോയി എല്ലാം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വന്നു. ഏകദേശം 11 മണി അടുപ്പിച്ച് ഞാൻ അവിടെ കൊണ്ട് പോയിട്ടുണ്ട്. അതും ശരിയായി, അതും കുഴപ്പമില്ല. ഇനി നോക്കണ്ട, കുഴപ്പമില്ല, സെറ്റാണ്. കോർഡിനേഷൻ കൂടി പോയി ലൈറ്റാണോ കാണുന്നത്. ഇവിടെയും കുഴപ്പമില്ല കേട്ടോ, ഇവിടെ സെറ്റാണ്, വേറെ കുഴപ്പമില്ല. പോയി ക്ലോറിനേഷൻ്റെ അവിടെയും കൂടി നോക്കണം. പിന്നെ അവിടെ ഈ സമയത്ത് വെട്ടമില്ല, മനസ്സിലായില്ല. അതാണ് രസം, നോക്കിയാൽ മതി. വീഡിയോയിൽ കാണൂല അത്, കാരണം ഇരുട്ടായുണ്ട്. കുഴപ്പമില്ല, പമ്പ് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ എടുത്ത് പോയി ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എല്ലാം എടുത്തിട്ട് എഴുതണം, റീഡിങ് എഴുതണം. ഇവിടുത്തെ ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ്, ഇവിടുത്തെ ലൈറ്റുകൾ റെഡിയാക്കാൻ 2-3 തീയതിക്ക് ശേഷം പറഞ്ഞ് റെഡിയാക്കണം. മാത്രമല്ല വെയിലൊന്ന് സ്ട്രോങ് അടിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക്. ഞാൻ ഇവിടെയുള്ള ഫുള്ളൊന്നും എടുത്തു. എൻ്റെ ഇവിടെ പ്രകാശം കാണുള്ളൂ, മനസ്സിലായില്ല. ഇതാണ് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് 2 മീറ്റർ ഫോട്ടോ എടുത്ത് എഴുതണം. ഇതിൻ്റെ തന്നെ ഫോട്ടോ എടുത്ത ആവശ്യം. അങ്ങനെ പുതിയ മാസവും തുടങ്ങി. അയ്യോ, മാർച്ചും തീർന്നു. രാത്രിയുള്ളത് നൈസ് പരിപാടിയാണ് കേട്ടോ. ആരും വരൂല. 2 മീറ്ററിൻ്റെ കൂടെ എടുത്താൽ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ എടുത്ത് പിന്നെ ബുക്ക് നോക്കട്ടെ, അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ല നോക്കട്ടെ. അല്ലെങ്കിൽ ഇനി അത് വരച്ച് റെഡിയാക്കി അത് വരയ്ക്കാണ്ട് കേട്ടോ. കഴിഞ്ഞ മാസത്തെ 1/3/26 കംപ്ലീറ്റ് ആയത്. ഞാൻ അടുത്തത് വരയ്ക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ അതൊരു 6 മാസത്തേക്കുള്ളത് വരച്ചത്, മനസ്സിലായില്ല. അത് ഞാൻ അപ്പം കേട്ടിഞ്ഞത് പുതിയത് എഴുതി വരച്ചും വെച്ച്. അതിൽ ഡാറ്റിൻ്റെ ടാഗ് വിട്ടിട്ട് ഇന്നത്തെ അതും എഴുതണം. അത് എല്ലാം കുഴപ്പമില്ല, എല്ലാം ഇതെല്ലാം എഴുതി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ വൈസ് കുഴപ്പമില്ല. ഉള്ളത് എഴുതി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടറിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം, നോക്കണം. ഇനി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ഇനി എഡിറ്റ് ചെയ്യുക അത് തന്നെ.